ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഇതുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ലഞ്ച് ബോക്സിന് മക്കൾക്ക് കറി കൊടുത്തയക്കാം. പിന്നെ നമുക്കായാലും കറിക്ക് വേണ്ടിയിട്ട് ഉപ്പേരിക്ക് ഇത് യൂസ് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഈ കാണിക്കാൻ പോണത്. പിന്നെ മുരിങ്ങാപ്പൂ ഉണ്ടത്, മുരിങ്ങാലനെ പറ്റിയിട്ട് മുരിങ്ങാപ്പൂവിനെ പറ്റിയിട്ട് മുരിങ്ങയുടെ കായിനെ പറ്റിയിട്ട് നമ്മൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഹെൽത്തി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. മുരിങ്ങാപ്പൂവും ഇത്തിരി ഇലയും കൂടി ഇട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുത്തിപ്പൊടിച്ച മുളകില്ല അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനൊരു കോഴിമുട്ട എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ചിക്കി എടുക്കേണ്ട ചെയ്യണത്. ചിക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുക്കണുള്ളേ. പിന്നെ നമ്മൾ നേരത്തെ ആവശ്യത്തിന് ഉപ്പിട്ട കാരണം പിന്നെ ഞാൻ ഉപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ലപോലെ ചിക്കിയതിന് ശേഷം വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പൂവും ഇലയും എല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചിക്കി എടുത്ത് കൊടുക്കുക. ഉഫ് എന്തൊരു ടേസ്റ്റാണെന്നാളോ. കഴിക്കാത്ത പിള്ളേരും എന്തായാലും കഴിക്കൂട്ടാ. എൻ്റെ മക്കൾക്ക് നോർമലി ഇങ്ങനത്തെ വെജിറ്റേറിയനും അതുപോലെ തന്നെ മുട്ടൊന്നും ഇഷ്ടമില്ല. പക്ഷെ ഇതുണ്ടെങ്കിൽ നല്ലവണ്ണം ചോറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ട്രൈ